ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇത്രയും നാൾ ഈ പറഞ്ഞ പോലെ കാത്തിരുന്ന ഒരു എക്സാം വന്നിരിക്കുകയാണ് അല്ലേ. നമ്മളേവരും നോക്കിക്കൊണ്ടിരുന്നൊരു എക്സാമാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നതിൻ്റെ പരീക്ഷ. അപ്പം അതിന് നോട്ടിഫിക്കേഷൻ 30 വരുമെന്ന് നേരത്തെ യോഗം കൂടിയപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 640/2023 ആണ്. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം അപേക്ഷ സ്വീകരിക്കുന്നതാണ്. PSCയിൽ ഇതുവരെ HDC രജിസ്റ്റർ ചെയ്യാത്തവരോ അല്ലെങ്കിൽ ബികോ കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നിന്നും ഓൺലൈനായി രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം അപേക്ഷകർ ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ സഹകരണ വകുപ്പിൽ ഈ ജൂനിയർ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച ഒരു ജോലി സാധ്യതയും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ജോലിയാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ശമ്പളം സ്കെയിൽ എന്നൊക്കെ പറയുന്നത് ബേസിക് പേ 39,300 മുതൽ 83,000 രൂപയാണ് സാലറി സ്കെയിൽ. അപ്പം 39,300 ബേസിക് പേ ആണ്. അതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ സാലറിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ മറ്റ് ഏത് മേഖല, സഹകരണത്തിൻ്റെ ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി നല്ല രീതിയിൽ നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറെടുക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞ ഒരു വർഷം, ഏറ്റവും കൂടിയത് 3 വർഷം നിലവിലിരിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഇത് പ്രകാരം ഒരു ലിസ്റ്റ് വരികയാണെങ്കിൽ കുറഞ്ഞത് 1 വർഷവും കൂടിയത് 3 വർഷം വരെ ലിസ്റ്റ് പരിഗണിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ വിജ്ഞാപന പ്രകാരം തയ്യാറെടുക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. 1 വർഷത്തിന് ശേഷം എപ്പോഴെങ്കിലും അടുത്തൊരു ലിസ്റ്റ് വരികയാണെങ്കിൽ മിനിമം 3 വർഷത്തെ കാലാവധി കൊടുക്കുന്നുണ്ട്. കാരണം 2018 വിജ്ഞാപനം ഇതുപോലെ പുറപ്പെടുവിച്ചിട്ട് 2019 പരീക്ഷ നടക്കുകയും 20-ലാണ്. കാരണം അന്നത്തെ കോവിഡിൻ്റെയും പറഞ്ഞതുപോലെ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ കേരളത്തിൻ്റെ അന്നത്തെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അത് സാഹചര്യപ്രകാരം നീണ്ടു പോയതായിരിക്കും അന്നത്തെ എക്സാമുകൾ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ എക്സാം ഈ വരുന്ന എനിക്ക് തോന്നുന്നു ഒരു 2024 ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്ക് നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതാണ്. അപ്പം ആ കാലാവധിക്ക് ശേഷം പുതിയൊരു ലിസ്റ്റ് ഇടുന്നത് കണക്കാക്കി 2025 ആദ്യമോ അല്ലെങ്കിൽ 2024 അവസാനമോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ പുതിയ ലിസ്റ്റ്. കാരണം ഇതിന് ഇൻ്റർവ്യൂ ഉണ്ട്. ഈ പരീക്ഷയ്ക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ ഇതിനകത്ത് പറയുന്നുണ്ട്. നിയമന രീതി തന്നെ നേരിട്ടുള്ള നിയമനമാണ്. നമുക്ക് ബാക്കി നോക്കാം. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെയാണ് കേട്ടോ. 37 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പെക്സ്, റീജിയണൽ, സെൻട്രൽ എന്നീ സഹകരണ സ്ഥാപനങ്ങളിലെ സൂപ്പർവൈസർ, ഇൻസ്പെക്ടർമാർ, മിനിസ്റ്റീരിയൽ ജീവനക്കാർ, സൂപ്പർവൈസർമാർ എന്നിവർക്കും സംസ്ഥാനത്തെ പ്രൈമറി സഹകരണ സ്ഥാപനങ്ങളിലെ ക്ലർക്ക്, മാനേജർ, സെക്രട്ടറി എന്നിവർക്കും 1/1/2023 38 വയസ്സ് തികയാൻ പാടില്ല. അവർക്കും പറഞ്ഞ പോലെ ഏജ് 37 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യോഗ്യതകൾ നമുക്കറിയാം. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കോർപ്പറേഷൻ പ്രത്യേക വിഷയമായി എടുത്ത BCom ബിരുദം, അല്ലെങ്കിൽ ഒരു UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകൃതമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകൃതമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ HDC അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് HDSC-M അല്ലെങ്കിൽ സഹകരണ വകുപ്പ് നടത്തുന്ന സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് വിജയകരമായി പൂർത്തിയായിരിക്കണം. അല്ലേ, നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കീഴിൽ വരുന്ന HDC ആൻഡ് BMO JDSO അങ്ങനെ ഏതെങ്കിലും കോഴ്സുകൾ പൂർത്തിയാക്കിയിരിക്കണം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നൽകുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC ആവാം. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന BSc ഡിഗ്രി കോപ്പറേറ്റീവ് ബാങ്കിങ്ങും കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും ആവാം. അപ്പം നല്ലൊരു അവസരമാണ് ഈ പറയുന്നത്. കാരണം നമുക്ക് അറിയാമല്ലോ ജനറൽ PSC വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇപ്പം നിലവിൽ അറിയുന്നത് 313 നിയമന സാധ്യതകൾ അത് അഡ്വൈസ് പോയിട്ടുണ്ടെന്നാണ്. അതിൽ ജനറൽ കാറ്റഗറിയിൽ 256. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചാനലിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു അധ്യാപകൻ എന്ന രൂപത്തിലല്ല, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് മുന്നേറാൻ വേണ്ടി ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും
അതിലൂടെ കമൻസിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുകയും അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് പറഞ്ഞു തരുന്നതിലൂടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. കാരണം നമ്മളെല്ലാവരും ഈ മേഖലയിൽ വരുന്ന ഒരു ജോലി മുന്നിൽ കണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക്കുകൾ, എനിക്കും ഇപ്പോൾ പ്രയാസമായിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തായിരിക്കും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങൾ വരും എപ്പിസോഡിൽ അല്ലെങ്കിൽ വരും വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതിനകത്ത് കഴിഞ്ഞ വർഷത്തെ സിലബസിനെ കുറിച്ചായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു സ്വപ്ന ജോലിയിലോട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും കാണുന്നവരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം മാക്സിമം നമുക്കിതിനകത്ത് ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു.